മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ആ ചിരിതൂകും അത്ര ശരിയായില്ലെന്ന് എനിക്കറിയാം. മലയാളത്തിൻ്റെ പ്രിയ കവി റഫീഖ് അഹമ്മദ് ഇടുക്കിയെപ്പറ്റി എഴുതിയ മനോഹരമായ വരിയാണിത്. പക്ഷേ ഇടുക്കിയിലെ മനുഷ്യരുടെ കാര്യം അത്ര മനോഹരമല്ല. അവർക്കിപ്പോൾ അത്ര ചിരിയുമില്ല. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പല സമയങ്ങളിലായി ഇടുക്കിയിലെ മനോഹരങ്ങളായ പ്രദേശങ്ങൾ കണ്ട് ആസ്വദിച്ച് വരുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രതിസന്ധിയും പ്രയാസവും ആകുലതയും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അനാവശ്യമായ നിയമങ്ങളുണ്ടാക്കി ഒറ്റ ദിവസം കൊണ്ട് തങ്ങളുടെ കൃഷിഭൂമി വനഭൂമിയാക്കി മാറ്റുന്ന വനം വകുപ്പും ഭരണ സംവിധാനവും, കപടമായിട്ടുള്ള വന്യജീവി സ്നേഹം പറഞ്ഞ് പരിസ്ഥിതി വാദം പറഞ്ഞ് ആ നാട്ടിലെ മനുഷ്യരെ കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരുമായി ചിത്രീകരിക്കുന്ന ഈ നാട്ടിലെ ഭരണ സംവിധാനം, ഈ സംവിധാനങ്ങളെല്ലാം ചേർന്ന് ആ മനുഷ്യരെ ഇല്ലായ്മപ്പെടുത്തുമ്പോൾ അവർക്കൊപ്പം നിൽക്കേണ്ട ബാധ്യത നമുക്ക് ഓരോ മലയാളികൾക്കുമുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഞാനും എൻ്റെ പ്രസ്ഥാനവും 5 ദിവസം നീണ്ടു നിന്ന 200 കിലോമീറ്റർ ഇടുക്കിയുടെ പല ഭാഗത്തൂടെ സഞ്ചരിച്ച് മണ്ണവകാശ പദയാത്ര നടത്തിയത്. ഏത് നിയമത്തിന്റെ പേരിലാണെങ്കിലും, എന്ത് വ്യാഖ്യാനത്തിന്റെ പേരിലാണെങ്കിലും, ഇനി ഏത് കോടതി തമ്പുരാൻ പറഞ്ഞതിന്റെ പേരിലാണെങ്കിലും ഈ നാട്ടിൽ നിന്ന് കുടിയിറക്കപ്പെടാൻ ഒരൊറ്റ കർഷകരെയും അനുവദിക്കാത്ത രീതിയിലുള്ള നയം മാത്രമാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. അല്ലാതെ ഞങ്ങള് ഇടുക്കിയിൽ വന്നിട്ട് പ്രസംഗിച്ചിട്ട് ഇവിടെ കർഷകരെ ഉദ്ബോധിപ്പിച്ച് കർഷകരുടെ ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നേരെ എറണാകുളത്ത് നിന്നിട്ട് അവിടെ ചെന്ന് പരിസ്ഥിതി സ്നേഹികളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഞാൻ നോക്കിയപ്പോൾ കൊല്ലത്തുള്ള ഒരു പരിസ്ഥിതി സ്നേഹി ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഞാൻ പറഞ്ഞത് അതായത് ഇങ്ങനെയാണ്: ഇടുക്കിയിൽ മൊത്തം പ്രശ്നക്കാരാണ്, ഇടുക്കി കയ്യേറ്റമാണ്, ഇടുക്കിയിൽ കുടിയേറ്റമാണ്, പരിസ്ഥിതിയെ സ്നേഹിക്കുന്നില്ല, മണ്ണിനെ സ്നേഹിക്കുന്നില്ല. ഞാൻ ഋഷിയുടെ വീട്ടിൽ പോയപ്പോ എന്താ പറയോ, 7 സെന്റ് ഭൂമിയാണ്. ഈ 7 സെന്റ് ഭൂമി മൊത്തം ഇന്റർലോക്ക് ഇട്ടിരിക്കുകയാണ്. ഇന്റർലോക്ക് ഇട്ടവരെ കുറ്റം പറയല്ല ഞാൻ പറഞ്ഞു. പക്ഷേ 7 സെന്റ് ഭൂമിയിൽ ഒരൊറ്റ തെങ്ങോ, മുറ്റത്തൊരു തെങ്ങുണ്ടായിരുന്നു, അത് വെട്ടി. കാരണം അതിന് ഇനി ഓല വീണ് പുതിയതായിട്ട് വാങ്ങിച്ച പോർഷെ കാറിന്റെ മേളിൽ മടൽ വീണ് പൊട്ടാതിരിക്കാൻ അതും വെട്ടിക്കളഞ്ഞു. അത് വീട് വിട്ടിട്ടുണ്ടായിരുന്ന തെങ്ങും വെട്ടി. സകല സ്ഥലം ഒരു തുള്ളി വെള്ളം, അതായത് ഒരു മഴവെള്ളം ഒരു തുള്ളി വീണാൽ അത് മുറ്റത്ത് വിടാൻ പാടില്ല. അതായത് 100 മീറ്റർ മുമ്പ് നടന്ന് ഒരു മഴത്തുള്ളിയുടെ ഒരു അംശം പെരയ്ക്കകത്ത് വരാൻ പാടില്ല രീതിയിൽ സെറ്റ് ചെയ്ത് ജീവിക്കുന്ന പരിസ്ഥിതി സ്നേഹി പറയുകയാണ് ഇടുക്കിയിൽ മൊത്തം പ്രശ്നക്കാരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ചെറുതോണിയിൽ നിന്നാണ് നടന്നിങ്ങോട്ട് വന്നത്. കുറെ ലോക്കൽസിൽ നമ്മൾ നടന്നേ. ഞാൻ ഒറ്റ വീടും ഇന്റർലോക്ക് ഇട്ടിരിക്കുന്ന എന്റെ വഴി ഞാൻ കണ്ടില്ല. ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ വെറുതെ പറയില്ല. ഞാൻ ഈ നടന്നു വന്ന സമയത്ത് ഇന്റർലോക്ക് ഇട്ട് ചുറ്റുമതിൽ കെട്ടി ഒരു മരത്തൈ പോലും ഇല്ലാത്ത ഒരൊറ്റ ഇടുക്കിക്കാരനെയും ഞാൻ ചെറുതോണിന്ന് ഞാൻ കണ്ടില്ല. അതായത് അവൻ ഇപ്പോഴും മരത്തെ സ്നേഹിക്കുന്നവനാ, അവനിപ്പോഴും മണ്ണിനെ സ്നേഹിക്കുന്നവനാ, അവനിപ്പോഴും മഴയെ സ്നേഹിക്കുന്നവനാ, അവനിപ്പോഴും മഴവെള്ളത്തെ സ്നേഹിക്കുന്നവനാ, അവൻ പ്രകൃതിയെ സ്നേഹിക്കുന്നവനാ. പിന്നെ അവൻ എന്തോ വേണം? ഇവിടെ ഇറങ്ങിപ്പോണം.